ഞാൻ അമ്മാടത്ത് പണിക്കിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെ, ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ്. അന്ന് ആ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്നത് ചേച്ചിമാരാണ്. അപ്പൊ നമ്മള് ശരിക്കും വീട്ടില് ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും കുറച്ച് വയസ്സായ ചേച്ചിമാരാണ്. അപ്പൊ അവരവരുടെ മക്കളുടെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് നമ്മുടെ അടുത്തൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോ നമ്മൾ അവിടുത്തെ സ്ഥിരം പറ്റുകാരനായി. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഇൻചാർജ് ഉണ്ട്. ആ പുള്ളിക്കാരി വന്നിട്ട് എന്നോട് ചോദിച്ചു, "ബേസിലെ നിന്റെ അറിവില് ഏതെങ്കിലും പിള്ളേര് 10ാം ക്ലാസ് പാസ്സാവാത്ത പിള്ളേരുണ്ടോ? കാരണം അവർക്ക് നമ്മുടെ പഞ്ചായത്ത് വഴി ഇവിടുത്തെ സ്കൂളില് നമ്മൾ അഡ്മിഷനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. 10ാം ക്ലാസ് വേണമല്ലോ ഇപ്പൊ അടിസ്ഥാന വിദ്യാഭ്യാസം. കാരണം ലൈസൻസ് എടുക്കാനാണെങ്കിലും" എന്ന് പുള്ളിക്കാരി ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് എന്റെ അടുത്ത് ഈ ചേച്ചി ഒന്ന് പറയാനും എന്തൊരു നിമിത്തം പോലെ. ഞാനപ്പോ ആ ചേച്ചിയുടെ അടുത്ത് "ചേച്ചി എനിക്ക് എഴുതാൻ പറ്റുമോ?" എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, "നീ എഴുതിയിട്ടില്ലെന്ന്" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ഇല്ല ചേച്ചി, ഞാൻ 8ാം ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പ് നിർത്തിയതാണ്." അപ്പൊ പറഞ്ഞു, "മോനെ ഒരു കുഴപ്പമില്ല." എന്നിട്ട് പറഞ്ഞിട്ട് പുള്ളിക്കാരി പിറ്റേ ദിവസം തന്നെ ഒരു ചെറിയൊരു പേപ്പറൊക്കെ കൊണ്ടുവന്ന് അതിൽ എന്താണ്ടൊക്കെ എഴുതി ഫില്ല് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരി പറഞ്ഞു, "സൺഡേ തൊട്ടൊരു ക്ലാസ് തുടങ്ങും. അപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ നീ എന്നാലും ചേർപ്പ് സ്കൂളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു." അങ്ങനെ കൂട്ടുകാരൻ ഞാൻ 10ാം ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ആ വയസ്സിൽ ഞാൻ പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ അജീഷ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരൻ. അവനും ഇതേപോലെ സ്വർണ്ണപ്പണി തന്നെയാണ്. പക്ഷെ അവൻ പാലക്കല് പണിയുന്നത്. 5 ദിവസം എങ്ങാണ്ടാണ് ഞാൻ ക്ലാസ്സിന് കൂടിയിട്ടുള്ളത് കൂട്ടുകാരെ. അത് കഴിയുമ്പഴേക്കും കാരണം എനിക്ക് സൺഡേ ക്ലാസ്സാണ്. എനിക്ക് ക്ലാസ്സിൽ പോകാനൊന്നും മിക്ക ദിവസം പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും എക്സാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞല്ലോ അവിടുത്തെ സാറന്മാരുടെ കരുണ കൊണ്ട് ഞാൻ ഞങ്ങള് പാസ്സായി എന്ന് പറയാം. അങ്ങനെ എന്റെ കയ്യില് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യം ചെയ്തത് നേരെ പോയിട്ട് ഹെവി ലൈസൻസ് എടുത്തു. ബാഡ്ജ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ എന്റെ ഉള്ളിലെ മലയാളി ഉണർന്നു. പിന്നെ എനിക്ക് അത്രയും നാള് ടോഫിയേട്ടന്റെ അടുത്ത് ഇതേപോലെ പൈസ ഞാൻ എടുത്തോണ്ടിരുന്ന ഒരു പണിസ്ഥലം, പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കത് പോരാ കുറച്ചും കൂടി വേണം എന്നുള്ളൊരു ചിന്ത. ഞാൻ പിന്നെ ടോഫിയേട്ടന്റെ അടുത്ത് പണിക്കിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ 3 ചേരിന് മുകളിൽ പണിയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒക്കെ അവസ്ഥയായി കൂട്ടുകാരെ. അപ്പോ പിന്നെ ഗൾഫ് മോഹം കൊണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ലീവ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എറണാകുളത്തും അവിടെ ഇവിടെയൊക്കെ ഏജൻസികളെ കൊണ്ടൊന്ന് ബയോഡാറ്റ കൊടുക്കും. അപ്പൊ അവിടെ ബയോഡാറ്റ കൊടുക്കുന്ന സമയത്താണ് അറിയുന്നത്, മോനെ നീ ഇങ്ങനെ ഇവിടുത്തെ ഇന്ത്യൻ ലൈസൻസ് കൊണ്ട് നിനക്ക് എവിടെയും പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് വല്ല ലേബറായിട്ടോ ഒക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം നിനക്ക് പഠിപ്പും 10ാം ക്ലാസ്സുള്ളു. അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും കുഴപ്പമില്ല. ലേബറായിട്ടാണെങ്കിൽ ലേബറായിട്ട് എന്തായാലും ഗൾഫിലല്ലേ ജോലി. ആ ഒരു തിങ്കിങ്ങില് ഞാൻ ഗൾഫിന്റെ പിന്നാലെ ആയി എന്റെ കൂട്ടുകാരൻ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. ബൈ.